വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമുക്കിനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ അവസാനത്തെ ഒരു ടോപ്പിക്കാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം അതിന് മുൻപായിട്ട് എന്താണ് സബ് മെട്രിക്സ്? നിങ്ങളോട് തിയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് സബ് മെട്രിക്സ്? ഓക്കെ, എന്താണ് സബ് മെട്രിക്സ് എന്ന് നിങ്ങളടുത്ത് തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു മെട്രിക്സിനുള്ളൂ. ഇപ്പോൾ ഇതൊരു മെട്രിക്സ് ആണല്ലോ, എ എന്ന് പറഞ്ഞ മെട്രിക്സ് അല്ലേ? ഇതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ അതിൽ ഈ മെട്രിക്സിനുള്ളിൽ ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട് അല്ലേ? അതൊരു സബ് മെട്രിക്സ് ആണ്. അതുകൂടാതെ ഇങ്ങനൊരു മെട്രിക്സ് ഉണ്ട്, അതൊരു സബ് മെട്രിക്സ് ആണ്. ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട് അല്ലേ? 2 4 4 6 അത് ഒരു ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട് അല്ലേ? 2 4 1 2 ഇതൊക്കെയാണ് എന്ത്? സബ് മെട്രിക്സ്. ഇത് കൂടാതെ തന്നെ ഇങ്ങനൊരു മെട്രിക്സ്, ഇങ്ങനൊരു മെട്രിക്സ്, ഇങ്ങനൊരു മെട്രിക്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു മെട്രിക്സും ഇങ്ങനെയുള്ളൊരു മെട്രിക്സാണ് കൊടുത്തത്. അല്ലാതെ ഒരുപാട് എന്തുണ്ട്? സബ് മെട്രിക്സുകളുണ്ട് അല്ലേ? ഇങ്ങനെ ഉണ്ട്, പിന്നെ അത് കൂടാതെ ഇങ്ങനെ വരുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ സബ് മെട്രിക്സസ്. ഒരു മെട്രിക്സിനുള്ളിലുള്ള മെട്രിക്സുകൾ. ഇപ്പോൾ 4x4 മെട്രിക്സ് ആണെങ്കിൽ 4 റോയും 4 കോളമുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിലും അതിനുള്ളൊരു ഇഷ്ടംമാതിരി സബ് മെട്രിക്സുകൾ ഉണ്ടാവും അല്ലേ? 1 2 3 4 4 2 3 1 1 3 4 1 4 2 3 ഇങ്ങനൊരു 4x4 മെട്രിക്സ് ആണെങ്കിൽ എന്താണ്? ഇഷ്ടംമാതിരി സബ് മെട്രിക്സുകളുണ്ട് അല്ലേ? എങ്ങനെ വേണം നമുക്ക് മെട്രിക്സുകൾ എടുക്കാം. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഉള്ളിലുള്ള മെട്രിക്സുകളെയാണ് എന്ത് പറയുന്നത്? സബ് മെട്രിക്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാങ്ക് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മളത് നോക്കി വെക്കണം. നമ്മൾ അന്നാണ് മൈനർ ഓഫ് എ മെട്രിക്സ് നമ്മൾ അങ്ങനെയല്ല കണ്ടത്. അതായത് നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ മെട്രിക്സിൻ്റെ കൂടിയാണ് മൈനർ കണ്ടത്. ഇനി എന്താണ് റാങ്ക്? അപ്പോൾ റാങ്ക് നോക്കിയാൽ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഓർഡർ ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് ഓഫ് എ ഹൂസ് ഡിറ്റർമിനൻ്റ് ഇസ് നോൺ സീറോ. അപ്പോൾ ആദ്യം നിങ്ങൾ റാങ്ക് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യത്തെ ഈ ഒരു മെട്രിക്സിന് റാങ്ക് കാണാനാണ് ചോദിച്ചതെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആദ്യം കാണാം. അപ്പോൾ ഓരോന്നും എടുക്കുക നിങ്ങൾ അല്ലേ? 2 എന്നിട്ട് -1 പ്ലസ് ഓക്കെ. അപ്പോൾ ഈ ചോദ്യം നോക്കണ്ട, ഇതെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൊല്യൂഷൻ വ്യത്യാസമുണ്ട്. ഇത് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 28. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട്. ഇതിൻ്റെ റാങ്കാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഫൈൻഡ് റാങ്ക് ഓഫ് എ. അപ്പോൾ ഇതൊരു 3x3 മെട്രിക്സ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്രയാണ്? ഓർഡർ ഓഫ് 3 ആണ്. ഓർഡർ ഓഫ് 3 മീൻസ് അത് സ്ക്വയർ മെട്രിക്സ് ആണ്. 3 റോയും 3 കോളവും വരുന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. എന്നിട്ട് എന്ത് കാണുക? നമ്മളതിന് ഡിറ്റർമിനൻ്റ് കാണുക. ആ ഡിറ്റർമിനൻ്റിൽ ഈ 3 എന്താണ്? ഈ 3 കോളം വരുന്നതിൻ്റെ അല്ലെങ്കിൽ 3 റോയും 3 കോളം വരുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്ന നേരത്തെ അത് 0 ആവാൻ പാടില്ല. 0 അല്ലെങ്കിൽ അതൊരു എന്താണ്? ഓർഡർ ഓഫ് 3 അല്ലെങ്കിൽ റാങ്ക് 3 ഉള്ള മെട്രിക്സ് ആണ്. അപ്പോൾ 3 അല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ്? 3ൽ താഴെയുള്ള ഏതെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഓരോന്നിൻ്റെ എന്ത് ചെയ്യുക? ആദ്യം 2 എടുത്ത് എഴുതുക. അതിൻ്റെ മൈനർ -1 അതിൻ്റെ മൈനർ പ്ലസ് -1 അതിൻ്റെ മൈനർ അല്ലേ? നമ്മളങ്ങനെ ഡിറ്റർമിനൻ്റ് കാണാം. 3 റോയും 3 കോളും വരുന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ 2ൻ്റെത് വരുമ്പോൾ എന്താണ്? ഇത് 2 ഒഴിവാക്കിയിട്ട് -2 2 -1 1. ഇനി 1ൻ്റെത് വരുമ്പോൾ ഇത് ഒഴിവാക്കുക. അപ്പോൾ ഇവിടെ -1 2 1 1. ഇനി ഇതിൻ്റെത് ഇത് ഒഴിവാക്കുക. അത് -1 -2 1 -1. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാൻ വേണ്ട. അപ്പോൾ ഇവിടെ പ്ലസ് വരുന്നത് എന്താ വെച്ചാൽ അത് മൈനസ് വരുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് പ്ലസ് വരുന്നത്. നിങ്ങൾ ഡിറ്റർമിനൻ്റ് കാണാൻ നമ്മളെന്താണ് ഓൾറെഡി കണ്ടതാണത് ക്ലാസ്സിൽ. ഓക്കെ, അങ്ങനെ ഡിറ്റർമിനൻ്റ് കിട്ടുന്നത് ഇതിന് 0 കിട്ടുന്ന അവസാനം. ഓക്കെ, സോ ദിസ് മെട്രിക്സ് ഡസ് നോട്ട് ഹാവ് എ റാങ്ക് ഓഫ് 3. അപ്പോൾ 3ക്ക് താഴെയാണ് വരുന്നത്.
3 ബിലോ വരുന്നത്. അപ്പോൾ റാങ്ക് 2 ആണോ എന്നുള്ളത് നോക്കുക. എന്തായാലും എന്തായാലും വരും. 1 വെച്ചാൽ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്താൽ മതി അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യയാണ് 1 ഓർഡർ വരുന്ന ഒരു മെട്രിക്സ്. അപ്പോൾ 2 എടുത്ത് നോക്കുക. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുക, ഇതെടുക്കുക. ഇവിടെ അതല്ല എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എടുത്തിരിക്കുന്നത് ഇതും ചേർത്തിട്ടാണ് അങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് എടുത്തത്. അത് വേണ്ട, നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. ഇതിനെ മെട്രിക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ എന്ത് കാണുക, ഡിറ്റർമിനൻറ്റ് കാണുക. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ എളുപ്പമാണ്. മൾട്ടിപ്ലൈ ചെയ്യുക. -2 × 1, ഇവിടെ +1, -2 × 1 -2. അപ്പം +1 +2 = 3. അപ്പോൾ ഓർഡർ 2 ആണ് എന്ത് മെട്രിക്സിന് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓർഡറിലേക്ക് നമ്മളെന്താണ് 3 കോളവും 3 റോയും വരുന്ന മെട്രിക്സിൻ്റെ ഉള്ളുന്നൊരു മെട്രിക്സ് അങ്ങ് എടുത്തിട്ട് നോക്കണ നേരത്തെ ഇത് ഏതെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇതെടുത്തിട്ട് എന്താണ് അതിൽ 0 അല്ല കിട്ടുന്നതെങ്കിൽ എന്താണ് ഓർഡർ 2 ആണ്. ഇനി എല്ലാത്തിനും നിങ്ങൾ എടുത്തിട്ട് എങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ ഓർഡർ 2 അല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും 0 അല്ലാതെ വരും. ഏതെങ്കിലും ഒരു ഡിറ്റർമിനൻ്റ് എന്താണ് 0 ആയിരിക്കില്ല. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷനിലാണ് എന്ത് ഓർഡർ 2 വരുന്നത്. അപ്പോൾ ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഓർഡർ മീൻസ് എന്താണ്, അതിൻ്റെ റോയും കോളവുമാണ് അല്ലേ. എത്ര റോ ഉണ്ട്, എത്ര കോളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോക്കിയിട്ട് 0 ആണെങ്കിൽ അതിൻ്റെ ഓർഡർ നിലവിൽ ആ ഓർഡർ അല്ല. അപ്പോൾ 3/3 മെട്രിക്സ് ആണെങ്കിൽ അതിന് കംപ്ലീറ്റ് ആയിട്ട് അതിന് 3/3 നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുകയാണെങ്കിൽ 0 വരികയാണെങ്കിൽ അതിൻ്റെ ഓർഡർ 3 അല്ല. അതിലെന്താണ് ഉള്ളിലുള്ള സബ് മെട്രിക്സുകൾ എടുത്തിട്ട് അതിന് ഡിറ്റർമിനൻ്റ് കാണുക. അപ്പോൾ സബ് മെട്രിക്സ് 2/2 സബ് മെട്രിക്സ് എടുത്തിട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓർഡർ 2 ആണ്. ഇനി 2/2 എല്ലാം എടുത്തിട്ടും 0 ആണ് വരുന്നതെങ്കിൽ എന്തെടുക്കുക, നിങ്ങളത് ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുത്തിട്ട് എന്താണ്, അപ്പോൾ അത് സിംഗിൾ ഓർഡർ മെട്രിക്സ് ആണ്, ഒറ്റ ഓർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അതിനെ കൊണ്ട് അതിന് നൾ മെട്രിക്സ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ എടുത്താൽ അതിന് ഓർഡർ ഇല്ലാത്ത മെട്രിക്സ് ആണ് അല്ലേ ഈ മെട്രിക്സിന്. അപ്പോൾ എങ്ങനെ എടുത്താലും 0 വരിക. ഡിറ്റർമിനൻ്റ് 3/3 ആയിട്ടോ 2/2 ആയിട്ടോ 1 ആയിട്ട് എടുത്താലൊക്കെ എന്താണ് 0 ആണ്. അതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് ഹാവ് എൻ ഓർഡർ. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഓർഡറിൽ വരുന്നത്. തിയറി ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം.